നഗരസഭയിലെ മേക്കുന്ന് കുടുംബാരോഗ്യ കേന്ദ്രം നിർമ്മാണം പൂർത്തിയായിട്ടും ഉദ്ഘാടനം വൈകുന്നതിനെതിരെ ആരോപണ പ്രത്യാരോപണവുമായി UDFും CPMും. പാനൂർ നഗരസഭയുടെ അനാസ്ഥയാണ് ഉദ്ഘാടനം വൈകാൻ കാരണമെന്ന് CPM ആരോപിച്ചപ്പോൾ കരാർ ഏറ്റെടുത്ത കമ്പനിയിൽ നിന്നും കമ്മീഷൻ കൈപ്പറ്റി CPM ഓഫീസ് നിർമ്മിക്കുകയാണ് UDFും പാനൂർ നഗരസഭാ ചെയർമാനും തിരിച്ചടിച്ചു. KK ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രിയായിരിക്കെ അനുവദിച്ച 1 കോടി രൂപ ഉപയോഗിച്ചാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കെട്ടിടം നിർമ്മിച്ചത്. നിർമ്മാണം പൂർത്തിയായിട്ടും നഗരസഭ ഉദ്ഘാടനം വൈകിപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ച് CPM പ്രക്ഷോഭ രംഗത്തിറങ്ങുകയും കേന്ദ്രത്തിന് സമീപം ബഹുജന ധർണ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് നഗരസഭാ ചെയർമാൻ B. നാസർ മാസ്റ്ററുടെ നേതൃത്വത്തിൽ UDF കൗൺസിലർമാരും നേതാക്കളും നിർദ്ദിഷ്ട കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സന്ദർശനം നടത്തിയത്. കൃത്യമായ പ്രവൃത്തി നടക്കാത്തതിനാലാണ് ഉദ്ഘാടനം നടത്താൻ കഴിയാത്തതെന്ന് ചെയർമാൻ B. നാസർ മാസ്റ്റർ പറഞ്ഞു. വയറിംഗ്, പ്ലംബിംഗ്, സെപ്റ്റിക് ടാങ്ക് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ ഇനിയും പൂർത്തീകരിച്ചിട്ടില്ല. 10 ലക്ഷം രൂപയുടെ നഗരസഭാ ഫണ്ട് ഉപയോഗിച്ച് ഫർണിച്ചർ അടക്കമുള്ള ഉപകരണങ്ങൾ വാങ്ങിയിട്ടുണ്ടെന്ന് ചെയർമാൻ പറഞ്ഞു. പ്രവൃത്തി ഏറ്റെടുത്ത കമ്പനിയിൽ നിന്നും കമ്മീഷൻ വാങ്ങി CPM ആശുപത്രിക്ക് പിന്നിൽ ഓഫീസ് നിർമ്മിക്കുകയാണെന്ന് ചെയർമാൻ B. നാസർ മാസ്റ്ററും മുസ്ലിം ലീഗ് കൂത്തുപറമ്പ് മണ്ഡലം ജനറൽ സെക്രട്ടറി PK ഷാഹുൽ ഹമീദും ആരോപിച്ചു. വലിയ നിലയിലുള്ള ഒരു പുകമറ സൃഷ്ടിക്കുകയാണ് CPM ചെയ്തിട്ടുള്ളത്. വസ്തുത എന്താണ് എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് UDFിൻ്റെ ഉന്നതതല സംഘം ഇന്നിവിടെ സന്ദർശിച്ചിട്ടുള്ളത്. ഇത് നേരിട്ട് സന്ദർശിച്ചപ്പോഴാണ് ഇതിൻ്റെ ഏറ്റവും രസകരമായ കാര്യവും ഇതിൻ്റെ പിന്നാമ്പുറത്ത് നടന്നിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചുള്ള വസ്തുനിഷ്ഠമായ അന്വേഷണവും അനിവാര്യമാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. 1 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഈ കെട്ടിടം പത്രമാധ്യമ സുഹൃത്തുക്കളൊന്ന് പരിശോധിക്കണം. 4 ഭാഗവും ചോർന്നൊലിക്കുകയാണ്. ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല, പക്ഷെ ചോർന്നൊലിക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ബിൽഡിങ്ങിനുള്ളത്. ഉദ്ഘാടനത്തിന് അടിസ്ഥാനപരമായി ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ ഇതിനകത്ത് കയറിയപ്പോൾ ധാരാളം വെള്ളം കുടിക്കണം എന്നൊരു ബോർഡാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഇത് കാണുന്നവർ വെള്ളം കുടിക്കണമെന്നാണോ അല്ലെങ്കിൽ രോഗികളോട് വെള്ളം കുടിക്കണം എന്നാണോന്ന് അറിഞ്ഞുകൂടാ. കാര്യം 1 കോടി രൂപ ചെലവഴിച്ചിട്ട് ഇത്ര വലിയൊരു അഴിമതി നടത്തിയത് കണ്ടാൽ ആരോടും വെള്ളം കുടിച്ചു പോകും. അടിസ്ഥാനരഹിതമായ രാഷ്ട്രീയ ആരോപണമാണ് ചെയർമാൻ ഉൾപ്പെടെയുള്ള UDF നേതൃത്വം നടത്തുന്നതെന്ന് CPM പാനൂർ ഏരിയ സെക്രട്ടറി K. കുഞ്ഞബ്ദുള്ളയും ഏരിയ കമ്മിറ്റി അംഗം P. മനോഹരനും പറഞ്ഞു. നഗരസഭ മുൻകൈയെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ മറ്റ് സംവിധാനങ്ങളെ കുറ്റം പറയുന്നത് ഒളിച്ചോട്ടമാണെന്നും ഇരുവരും പറഞ്ഞു. മുനിസിപ്പാലിറ്റിയുടെ കെടുകാര്യസ്ഥ മറച്ചുവെക്കുന്നതിന് വേണ്ടി ആർക്കെങ്കിലും എതിരായി ആരോപണം ഉന്നയിക്കുക എന്ന നിലപാടാണ് മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായാലും അതുപോലെ തന്നെ ലീഗിൻ്റെ നേതാക്കന്മാരായാലും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുനിസിപ്പാലിറ്റിക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. സംസ്ഥാന സർക്കാർ അനുവദിക്കുന്ന ഫണ്ടായാലും ആ ഫണ്ടിൻ്റെ വിനിയോഗമായാലും അതുപോലെ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളായാലും അതേ സന്ദർഭത്തിൽ തന്നെ പരിശോധിക്കാനും ഇടപെടാനുമുള്ള ഉത്തരവാദിത്തമുള്ള ഒരു പ്രാദേശികമായ സർക്കാരാണ് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ. ആരോപണ പ്രത്യാരോപണങ്ങൾ അരങ്ങ് തകർക്കുമ്പോൾ സാധാരണക്കാർക്ക് ആശ്രയമാകേണ്ട സംവിധാനമാണ് അനന്തമായി നീളുന്നത്.